بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، فيا أيها الناس، أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد نصركم الله ببدر وأنتم أذلة. قال الله عز وجل. ഈ പരിപാടി നിയന്ത്രിക്കുന്ന ബഹുമാന്യരായ കുഞ്ഞുട്ടിയക്ക, ആദരണീയരായ ഞങ്ങളുടെ ആത്മീയ അവലംബം തങ്ങളവറുകളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മപങ്ങന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനിൽ തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങുകയെന്നതാണ് ഇപ്പോഴത്തെ കാലത്തെ ജനങ്ങളുടെ പൊതുശീലം. രാത്രി 12 മണിവരെ 1 മണിവരെ റമദാനിൽ അനുകൂലമായ കാലാവസ്ഥയാണെങ്കിൽ പോലും പണ്ടത്തെ പോലെ ഉറുതികളോ വഅദുകളോ ഉണ്ടാകാറില്ല. പാതിരാ വഅദുകൾ എന്ന് ആക്ഷേപിക്കപ്പെടുന്ന കൂട്ടത്തിൽ പെട്ടുപോകുമെന്നതുകൊണ്ട് 10 മണിക്ക് ശേഷമുള്ള 11 മണിക്ക് ശേഷമുള്ള വഅദുകളൊന്നും ഇപ്പോൾ നമ്മുടെ നാടുകളിൽ നടക്കാറില്ല. അപൂർവം ഉണ്ടെങ്കിൽ രാത്രിയിലെ പ്രസംഗം മഗ്‌രിബിന് തുടങ്ങി, അല്ലെങ്കിൽ ഇശ നിസ്കരിച്ച് 8 മണിക്ക് തുടങ്ങി 10 മണിക്ക് അവസാനിക്കുന്ന രീതി. പെർമിറ്റൊക്കെ ലഭിക്കുന്നതിൽ നിയമപരമായ രീതിയും അതാണ്. പക്ഷേ പണ്ടത്തെ കാലത്ത് എല്ലാ വിശ്വാസികളും ഒത്തുകൂടി ദുആ ചെയ്യാനും ഉത്തരം കിട്ടുന്ന സമയത്തു തന്നെ എല്ലാവരും ചേർന്ന് ആമീൻ ചൊല്ലുന്ന മഹത്തായ പ്രാർത്ഥനക്കുമൊക്കെയായിരുന്നു വഅദിൽ പ്രാധാന്യം നൽകിയിരുന്നത്. ആ കാലങ്ങളൊന്നും ഇനി തിരിച്ചു വരും എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് മോഹിച്ചിട്ട് ഫലമില്ല. അതുകൊണ്ട് തന്നെ അക്കണക്കിന് ഈ പരിപാടിയുടെ സമയം വൈകി. എന്നാലും ഈ വിശുദ്ധ റമദാനിൽ ഒരൊറ്റ ദിവസമല്ലേ, അതും ബദറിൻ്റെ ദിനത്തിൽ ബദരീങ്ങളെ ഓർത്തുകൊണ്ടുള്ള പകൽ അവസാനിച്ച് രാത്രിയിൽ ആ ഓർമ്മയും സ്മരണയും നമുക്കാവേശം നൽകുമാറാകട്ടെ എന്ന ചിന്തയോടുകൂടെ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ടെത്തിച്ചേർന്ന എൻ്റെ ബഹുമാന്യരായ രക്ഷിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ഇവരെല്ലാവരും അഭിനന്ദനമർഹിക്കുന്നു. പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് എന്നെന്നും ജനങ്ങളെ വഴി നടത്തുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച സത്യാസത്യ വിവേചനത്തിൻ്റെ, ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും നീതിയുടെയും അനീതിയുടെയും ഇടയിൽ വിവേചിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിയിട്ടുള്ള വിശുദ്ധ ഫുർഖാനുൽ അദീം എന്ന മഹത്തായ ഗ്രന്ഥം അവതരിച്ചത്. ആ ഗ്രന്ഥത്തിൻ്റെ അതേ പേരുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നാളിനെ പ്രശംസിക്കുകയാണ്, ഒരു ദിവസത്തെ. നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇത്. ഫുർഖാനുൽ അദീം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദിവ്യ കലാമിൻ്റെ, അള്ളാഹു തആലാൻ്റെ വിശുദ്ധ കലാമിൻ്റെ, സൃഷ്ടിയാണെന്ന് പറയാൻ പറ്റാത്ത, അള്ളാഹു എന്നുണ്ടോ അള്ളാഹു തആലാൻ്റെ തിരുദാത്തിൽ അപ്പോഴൊക്കെയുള്ള അള്ളാഹുവിൻ്റെ കലാമാണ് നമുക്കിറങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ. ആ ഖുർആനാണ് ലോകത്തെ വഴി നടത്തുന്നത് എന്ന് ലോകരൊക്കെ മനസ്സിലാക്കി വരികയും ലോകരെയൊക്കെ ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കാലങ്ങൾ എത്ര പുതുതായി ഏതെല്ലാം തരത്തിൽ പരിഷ്കരിച്ചാലും അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ പരിഷ്കാരവും വിശുദ്ധ ഖുർആനിൻ്റെ മഹിമയും സ്ഥാനവും ലോകത്തുനിന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
ആ ഗ്രന്ഥത്തിന് അള്ളാഹു നൽകിയ ഫുർഖാൻ എന്ന പേരാണ് ഒരു ദിനത്തിന്, ഒരു നാളിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. യൗമൽ ഫുർഖാൻ. അത് അള്ളാഹു വിവരിക്കുന്നു, യൗമൽ തഖൽ ജംആൻ. ഫുർഖാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമൽ തഖൽ ജംആൻ, രണ്ടു സംഘങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയ നാൾ എന്ന്. രണ്ടു സംഘങ്ങൾ ഏറ്റുമുട്ടിയ നാൾ എന്ന് പറയുന്നത് ലോക ജനതയിൽ നിന്നുള്ള വളരെ ചെറിയ രണ്ടു സംഘങ്ങളാണ് ആ ഏറ്റുമുട്ടുന്നത്. ഇന്നത്തെ രീതിയിൽ ചിന്തിച്ചാൽ ഒരു ജുമുഅത്ത് പള്ളിയുടെ മഹല്ലിലുള്ള ആളുകൾ പോലും അന്ന് ആ ഏറ്റുമുട്ടലിൽ സംബന്ധിക്കുന്ന അംഗസംഖ്യയില്ല. 1000 പേർ ഒരു പക്ഷത്തും അതിൻ്റെ 1/3 പോലും വരാത്ത 313 പേർ മറുപക്ഷത്തുമായി ഏറ്റുമുട്ടിയാൽ ആകെ മൊത്തം 1313 അകമല്ലേ ആളുകളുള്ളൂ. 1000-ൽ താഴെയാണ് അവിശ്വാസികളുടെ സംഖ്യ. ഈ അവിശ്വാസികൾ ഒരു ഭാഗത്തും 313 പേർ മറുഭാഗത്തും അണിനിരന്നാൽ അന്നത്തെ നിലപാടിൽ രണ്ടു സംഘം എന്ന് പറയാൻ മാത്രം വലിയ സംഘമാണോ അത്? ഇന്നവിടെ ഇരിക്കട്ടെ, അന്നത്തെ നിലപാടിൽ തന്നെയാണോ? അല്ല. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാളിനെ വിശേഷിപ്പിക്കുന്നത് യൗമൽ തഖൽ ജംആൻ. അല്ലാഹു തആല എക്കാലത്തും എന്നും മനുഷ്യരാശിയിൽ സൃഷ്ടിച്ചിട്ടുള്ള രണ്ടു സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയ നാൾ. അല്ലാഹു തആലാന്റെ അടിയങ്ങളിൽ രണ്ടു സംഘങ്ങളേ ഉള്ളൂ. അസ്ഹാബുൽ ജന്ന വ അസ്ഹാബുൻ നാർ. ഒന്ന് സ്വർഗ്ഗക്കാർ, മറ്റൊന്ന് നരകക്കാർ. ഈ രണ്ടു സംഘത്തിൽപ്പെടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അടിയങ്ങളിൽ ആരുമില്ല. പരലോകത്ത് അല്ലാഹു തആല നരകം വിധിച്ചിട്ടുള്ള ഒരു പക്ഷം, പരലോകത്ത് അല്ലാഹു തആല ശാശ്വതമായി ജീവിക്കാൻ സ്വർഗം വിധിച്ചിട്ടുള്ള ഒരു പക്ഷം. അസ്ഹാബുൽ ജന്നത്തും അസ്ഹാബുൻ നാറുമല്ലാതെ മൂന്നാമത്തെ ഒരു വിഭാഗം മനുഷ്യരിലില്ല എന്നും ഇവരെ ആശയപരമായി ആദർശപരമായി സ്വന്തം അവർ ചെയ്ത സേവനങ്ങളെ മുൻനിർത്തിയിട്ട് അവരുടെ പ്രവൃത്തികളെ അധികരിച്ചുകൊണ്ട് വിശേഷിപ്പിക്കുകയാണെങ്കിൽ മൂമിനീങ്ങൾ, കാഫിരീങ്ങൾ, വിശ്വാസികൾ, വിശ്വാസമില്ലാത്ത നിരാകരണക്കാർ എന്ന് പറയാം. സത്യം അംഗീകരിച്ചവർ, സത്യം അംഗീകരിക്കാത്തവർ, രണ്ടു പക്ഷം. ഈ രണ്ടു പക്ഷത്തിൽ നിന്നുള്ള വളരെ ചെറിയ ഒരു സംഘം ആളുകൾ അംഗസംഖ്യ കൊണ്ട് ചെറിയ രണ്ടു കൂട്ടർ സത്യമായി ഒരുമിച്ച് കൂടിയതിനെ, ഏറ്റുമുട്ടിയതിനെ അല്ലാഹു തആല എന്നേക്കുമുള്ള ജനതയുടെ മുമ്പിൽ വിശേഷിപ്പിക്കുന്നത്, അല്ലാഹു തആല പഠിപ്പിക്കുന്നത് വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ. നമ്മുടെ അടിയാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നാം ഇറക്കിയിട്ടുള്ള സഹായം യൗമൽ ഫുർഖാൻ, സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഇടയിൽ വിവേചിക്കാൻ വേണ്ടി നിശ്ചയിച്ച ആ നാളിൽ, അതേ യൗമൽ തഖൽ ജംആൻ, മനുഷ്യരാശിയിലുള്ള രണ്ടു സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയ നാളിൽ, മനുഷ്യരാശിയിലെ രണ്ടു സംഘങ്ങളുടെ ഏറ്റുമുട്ടലായി മദീനയിലുള്ള രണ്ടു സംഘം ആളുകളിൽ വളരെ ചെറിയ ഒരു സംഘം പേർ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തു തന്നെ അന്ന് ആയിരക്കണക്കിലുണ്ട്. മദീന നിവാസികളായ ആയിരക്കണക്കിനുള്ള ജനങ്ങളിൽ നിന്ന് അവിചാരിതമായി അള്ളാഹുവിൻ്റെ റസൂൽ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റിലേക്ക് പോകാൻ തയ്യാറായി. പ്രത്യേകം പ്രേരിപ്പിക്കാതെ ഇഷ്ടപ്രകാരം നബിയോടൊപ്പം പുറപ്പെടാൻ തയ്യാറായ ഒരു 300 ചില്ലാനം പേർ. ആ 300 ചില്ലാനം പേർ മാത്രമാണ് ഒരു ഭാഗത്ത് ജംഅ എന്ന് മുഅ്മിനീങ്ങളെ പ്രതിനിധീകരിച്ച് അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. മറുപക്ഷത്ത് അബൂജഹലിൻ്റെയും അബൂ സുഫിയാൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വന്ന 1000-ൽ താഴെയുള്ള ഒരു സംഘത്തെ, മറുപക്ഷത്തെ ലോക ജനതയിൽ എന്നും ഭൂരിപക്ഷമായി തീരുന്ന അവിശ്വാസികളെ പ്രതിനിധീകരിക്കുന്ന സംഘമായി അല്ലാഹു തആല അവതരിപ്പിക്കുന്നു. ഈ രണ്ട് സംഘത്തിൻ്റെയും ഏറ്റുമുട്ടലിനെ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഈമാനിൻ്റെയും കുഫറിൻ്റെയും ഇടയിലുള്ള വിവേചനമായാണ് അല്ലാഹു തആല വിശേഷിപ്പിക്കുന്നത്. ഇത് നമ്മൾ ചിന്തിക്കണം. അർത്ഥവത്താണ് ഈ പ്രയോഗം. അതുകൊണ്ടു തന്നെ എന്നും ഓർക്കേണ്ടതല്ലേ ഈ നാൾ ഫുർഖാനുൽ അലീമിന് എന്തു സ്ഥാനമാണോ ഉള്ളതെങ്കിൽ അതേപോലെ തന്നെ സ്ഥാനം നൽകപ്പെട്ടിട്ടുള്ള ഒരു ദിവസമല്ലേ യൗമുൽ ഫുർഖാൻ. ഇതുകൊണ്ടാണ് മുസ്ലിം ജനസാമാന്യങ്ങൾക്കിടയിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അക്കാലം തൊട്ട് ഇന്ന് വരെ കഴിഞ്ഞു പോയിട്ടുള്ള സാമാന്യ ജനങ്ങൾ ബദർ ദിനം എന്ന് പറയുന്ന ആ ദിനത്തിൻ്റെ ഓർമ്മ വിടാതെ, സ്മരണ വിടാതെ അത് ഓർത്തുകൊണ്ടേയിരിക്കുന്നതും അനുസ്മരിച്ചുകൊണ്ടേയിരിക്കുന്നതും ഇത് ഈ സമുദായത്തിൽ നിലനിൽക്കണം. മഹാന്മാരായ താബിഈ പ്രമുഖർ പറയുന്നു, റസൂലുള്ളാഹിൻ്റെ സ്വഹാബികൾ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇത്തരത്തിലുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രം, വിശേഷിച്ച് ബദറിൻ്റെ ചരിത്രം,
അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്ക് ഖുർആനിലെ സൂറത്ത് പഠിപ്പിച്ചു തരുന്നത് പോലെ പഠിപ്പിക്കുമായിരുന്നു. കുല്ലാനു അല്ലമു, ഞങ്ങളെ പഠിപ്പിക്കപ്പെടുമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പോരാട്ടങ്ങളുടെ ചരിത്രം, സൈനിക നീക്കങ്ങളുടെ ചരിത്രം, അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയ ഇസ്ലാമിന് വേണ്ടി നടത്തിയ സൈനിക നീക്കങ്ങളുടെ ചരിത്രം ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെടും. കമാനു അല്ലുമു സൂറത്ത ഫിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലുള്ള സൂറത്ത് ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കപ്പെടുമായിരുന്നു ഇസ്ലാമിക പോരാട്ടങ്ങളുടെയും ഇസ്ലാമിക സൈനിക നീക്കങ്ങളുടെയും ഒക്കെ ചരിത്രം എന്ന്. ഈ ചരിത്രം സമുദായത്തിൽ പാടിപ്പറഞ്ഞും എന്നും വിസ്തരിച്ചു പറഞ്ഞും ഈ സമുദായത്തിന് ആവേശമുണ്ടാക്കുകയും ഈമാനുണ്ടാക്കുകയും ധൈര്യമുണ്ടാക്കുകയും ഉന്മേഷമുണ്ടാക്കുകയും വിശ്വാസത്തിന് ആർജവമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു നമ്മുടെ മുൻഗാമികൾ. ആ മുൻഗാമികളുടെ തലമുറകൾ അവസാനിച്ചു പോയപ്പോൾ ഇന്ന് ബദർ എന്ന് ചോദിച്ചാൽ, ബദറുമായി പമ്പതിച്ച സംഭവങ്ങൾ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ തലമുറക്ക് എന്ത് കിട്ടും? പടപ്പാട്ടുകളിൽ ചിലരൊക്കെ പാടി, സാധാരണ ഇന്നത്തെ പുതിയ പാട്ടുകാരൊക്കെ പാടുന്ന ചില പാട്ടുകൾ അങ്ങനെയൊക്കെ കിട്ടും, ചില പേരുകൾ. ഞാൻ ഓർക്കുകയാണ്, ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എൻ്റെ ഉമ്മപങ്ങന്മാരിലും രക്ഷിതാക്കളിലും അപൂർവം ചിലർ എൻ്റെ ഉപ്പാപ്പ വല്യപ്പ പാടിയിരുന്ന ബദറിൻ്റെ പാട്ടുകളും അവർ വിവരിച്ചിരുന്ന വിവരണങ്ങളും ഓർമ്മയുള്ളവരുണ്ടാകും. അസംഖ്യം ഒന്നുമില്ലെങ്കിലും വളരെ കുറഞ്ഞ പേർ. എനിക്കൊന്നും തന്നെ ഓർമ്മയല്ലല്ലോ. ഞാൻ 5 വയസ്സാണ് എൻ്റെ വല്യപ്പ മരിക്കുന്ന സമയത്ത്. അപ്പോൾ അന്ന് ഇനി കേട്ടെങ്കിൽ തന്നെ മനസ്സിലാകുന്നതല്ല. അപ്പോൾ മനസ്സിലാകണമെങ്കിൽ അന്നത്തെ കാലത്ത് ഒരു 20, 25, 30 വയസ്സായിട്ടുള്ളവർക്കാണല്ലോ ആ ഓർമ്മയിൽ മനസ്സിലാവുക. പാട്ടിൻ്റെ ഈണം പിടിക്കൽ മാത്രമല്ല, കഥകളുടെ ഓർമ്മയും ആ കഥകളുടെ അവതരണവും ബദർ യുദ്ധത്തിൻ്റെ രംഗവുമൊക്കെ 10-15 ദിവസം പാടിക്കൊണ്ടിരുന്ന വല്യാപ്പ, ആ വല്യാപ്പയുടെ പറടിപ്പറച്ചിലുകളും സ്മരണകളുമൊക്കെ ഓർമ്മയുള്ള വളരെ കുറഞ്ഞ പേർ ഇപ്പോഴുണ്ടല്ലോ. എൻ്റെ അമ്മക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. ആ പ്രായത്തിലുള്ളവർ 10-60-70 വയസ്സുകളൊക്കെ ഉള്ള ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. അക്കണക്കിന് അവർ പാടിപ്പറഞ്ഞതിൽ നിന്ന് പുതുതായി ഒന്നും ഇന്നത്തെ തലമുറക്ക് പഠിക്കാൻ നമ്മുടെ കയ്യിലില്ല. അവർക്ക് കിട്ടുന്ന ഓർമ്മകൾ നമുക്ക് കിട്ടില്ല. കിതാബിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ഓർമ്മയുള്ള തലമുറകളോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഓരോരോ കഥ പറയുമ്പോഴും ആ സംഭവങ്ങൾ ഓരോന്നും സദസ്സിലുള്ള ഓരോ ആളുകൾക്കും ഓർമ്മയുണ്ടാകുമായിരുന്നു. ഇത് കേട്ടിട്ട് ഇന്നിപ്പോൾ കഥാപ്രസംഗം എന്ന പേരിൽ ആ പാടിപ്പറയൽ പരിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ആ കഥാപ്രസംഗങ്ങളും ഈ കഥകളൊന്നും പറഞ്ഞാൽ ആരും കിട്ടുമല്ലോ. ബദറിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന ആരെയും കിട്ടുമോ? വെറും തമാശകളും വെറും വിറ്റുകളും ചിരിപ്പിക്കുന്ന ഫലിതങ്ങളും പറഞ്ഞെങ്കിൽ തന്നെ കഥാപ്രസംഗം നടക്കുകയുള്ളൂ. ആ കഥാപ്രസംഗത്തിൻ്റെ വിഷയങ്ങളും അങ്ങനെ ആവണം. പ്രേമ വിഷയങ്ങളോ മറ്റേതെങ്കിലും വിഷയങ്ങളോ. പണ്ടങ്ങനെയല്ല മുസ്ലിം സമൂഹത്തിലെ കഥകളൊക്കെയും ഇസ്ലാമിൻ്റെ സീറയാണ്, റസൂലുള്ളാഹിൻ്റെ സീറ. റസൂലുള്ളാഹിൻ്റെ സീറ പറഞ്ഞാൽ നടപടിച്ചട്ടം എന്ന് വിവരിക്കപ്പെട്ടിരിക്കുന്നത് സൈനിക നീക്കങ്ങളെയാണ്. ആ നീക്കങ്ങളുടെ കഥകളും ഓർമ്മകളും ഓർമ്മയുള്ള ആളുകൾക്ക് ഓർക്കാൻ പുതുതായൊന്നും പഠിക്കാനില്ല. കാരണം ഒരിക്കൽ മാത്രമല്ലേ ബദർ സംഭവിച്ചിട്ടുള്ളൂ. ആ ഒരിക്കൽ മാത്രം നടന്ന സംഭവങ്ങൾ അന്ന് നടന്നതോടുകൂടെ തീർന്നു. ഇനി പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. സംഭവങ്ങൾ കുറച്ചേ ഉള്ളൂ. പക്ഷേ ആ കുറഞ്ഞ സംഭവങ്ങൾ എന്നും സമുദായത്തിനും സമൂഹത്തിനും വഴികാട്ടിയായി നിൽക്കുന്നു എന്നതുകൊണ്ടാണല്ലോ സമൂഹം ഇതെപ്പോഴും പഠിക്കണമെന്നും പഠിപ്പിക്കപ്പെടണമെന്നും അള്ളാഹുവിൻ്റെ റസൂലും സഹാബികളും തീരുമാനിച്ചത്. സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും വിവേചനത്തിൻ്റെ നാളാണ് ആ നാളെന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ബദർ ദിനത്തിൻ്റെ പേരിൽ നടക്കുന്ന ബദറിങ്ങളുടെ ചില ഓർമ്മകൾ എന്ന് നടത്തുന്നത്, SYF നടത്തുന്ന ഈ പരിപാടി എന്തുകൊണ്ടും സാന്ദർഭികമാണ്. നടത്തുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാവുമെങ്കിലും പ്രസംഗിക്കണമല്ലോ എന്ന് കരുതിയിട്ട് എനിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. വേണ്ട തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പ്രതികൂലമായ സാഹചര്യത്തിലും പ്രിയപ്പെട്ട രക്ഷിതാക്കളും സഹോദരന്മാരുമൊക്കെ റമദാനിൻ്റെ ഒരു നാളിൽ ഒരു രാത്രിയെങ്കിലും അത്തരത്തിലുള്ള ഒരു ഓർമ്മ കിട്ടുമെന്ന നിലക്ക് എല്ലാവരും വന്നെത്തിയ സ്ഥിതിക്ക് നമ്മുടെ ഈ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ സംഘടിപ്പിച്ചത് എന്തുകൊണ്ടും പ്രശംസനീയമാണ്. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ SYFനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രത്യേകമായ ഒരു ചാരിതാർത്ഥ്യവുമുണ്ട്. കാരണം ബദറിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിൻ്റെ മുന്നിൽ നൽകിയത് 3 പതാകകളാണ്. ഏതൊരു വിഭാഗത്തിനും വേണമല്ലോ പതാക എന്നൊന്നില്ലാതിരിക്കാൻ പറ്റില്ല. പതാക എന്നുള്ളത് ഒരു ചിഹ്നമാണ്, ആ വിഭാഗത്തെ കുറിക്കുന്ന ചിഹ്നം. യാത്രകളേക്കാൾ പോരാട്ടങ്ങളാകുമ്പം വിശേഷിച്ചും 2 സംഘത്തിൻ്റെ ചിഹ്നമാണത്. ഇന്ത്യയുടെ ചിഹ്നമാണ് ഇന്ത്യയുടെ പതാക, ദേശീയ പതാക. അമേരിക്കയുടെ ബഹുമാനപ്പെട്ട ചിഹ്നമാണ് അമേരിക്കയുടെ പതാക.
അങ്ങനെ ഓരോ രാഷ്ട്രത്തിൻ്റെയും ആദരണീയമായ ചിഹ്നങ്ങളാണ് അവരവരുടെ പതാക. നമ്മുടെ പതാകയെ തലകുത്തിമറിച്ചിട്ട് ആരെങ്കിലും ഒന്ന് ഉയർത്തിയാലോ, സ്വാതന്ത്ര്യദിനമോ അതുപോലുള്ള ഔദ്യോഗിക ദിവസങ്ങളിലോ അല്ലാതെ അത് ഉയർത്തിയാൽ പോലും ശിക്ഷാർഹമായ കുറ്റമാണ് രാജ്യത്ത്. അനാദരവ് കാട്ടി ദേശീയ പതാകയോട് എന്ന കുറ്റം. അനാദരവ് കാട്ടുക ദേശീയ പതാകയോട് എന്ന് പറയുന്നത് വലിയൊരു കുറ്റമായി എണ്ണുമ്പം എന്താപ്പാ പതാക എന്നതിൽ ഇരിക്കുന്നത്? ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ആ പതാക എന്ന അർത്ഥം. പരിശുദ്ധ ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്കറിയാം, ഓരോ രാജ്യക്കാരും ആ രാജ്യത്തിൻ്റെ പതാക നാട്ടിയിട്ടുള്ള സ്ഥലത്ത് സമ്മേളിക്കുമ്പോഴാണ് ബഹുവിധ ദേശക്കാരായ ആളുകൾ ഒന്നിച്ചു കൂടിയിട്ടുള്ള ആ സംഗമ വേദിക്ക് ഒരു പ്രത്യേകമായ നല്ലൊരനുഭവം വന്നു ചേരുന്നത്. ആ അനുഭവത്തിൽ ഇന്ത്യക്കാരത, പാകിസ്ഥാൻകാരത, ചൈനക്കാരത, ഇറാൻകാരത, ഇറാഖുകാരത, അമേരിക്കക്കാരത, മറ്റ് യൂറോപ്യന്മാരത, ആഫ്രിക്കക്കാരിത എന്നിങ്ങനെ പറഞ്ഞ് അവരവരുടെ പതാകകൾ കാണിക്കുമ്പോൾ ലോകത്തെ ഏതു രാഷ്ട്രങ്ങളിലെ പതാകയും അറഫയിലും മിനായിലുമൊക്കെ ഒന്നിച്ചു വരികയാണല്ലോ. അതേപോലെ വിമാനത്താവളത്തിൽ, ഇൻ്റർനാഷണൽ വിമാനത്താവളം ജിദ്ദയിലിറങ്ങുമ്പോൾ അവിടെയും കാണും ഇത്തരം പതാകകൾ. അപ്പോൾ രാജ്യത്തിൻ്റെ സിമ്പിളാണത്. ഇതേപോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ പതാക. ഇവിടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംഘം പ്രഥമമായി നടക്കുന്ന പോരാട്ടം ബദറാണ്. സൈനിക നീക്കം ഒന്നാമത്തേത് ബദറല്ല, പല നീക്കങ്ങളും അതിൻ്റെ മുമ്പ് നടന്നിട്ടുണ്ട്. യൗമൽ തഖൽ ജംആൻ, രണ്ടു സംഘക്കാർ തമ്മിൽ സമ്മേളിച്ചിട്ടുള്ളത്, ഏറ്റുമുട്ടിയിട്ടുള്ളത് ആദ്യത്തെ അനുഭവമാണ് ബദറിൽ. ആ ബദറിൽ പിടിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ നൽകുന്നു പതാക. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന മക്കയിലെ രാജകുമാരനായിരുന്ന മുഹാജിരീങ്ങളിൽപ്പെട്ട സ്വഹാബി വര്യൻ പക്ക ദരിദ്രനായിക്കൊണ്ട് മറമാടപ്പെടുന്ന സമയത്ത് കഫൻ പുടാണീക്കുവാൻ പോലും ധരിച്ചിരുന്ന വസ്ത്രമോ മറ്റാരെങ്കിലും കൊണ്ടു കൊടുക്കുന്ന വസ്ത്രമോ ഇല്ലാതെ ശരീരത്തിൻ്റെ തലഭാഗം മുതൽക്ക് വസ്ത്രം ധരിച്ചതിൻ്റെ ശേഷം കാല് മറക്കാൻ ഒരു ചെറിയ തുറിക്കഷ്ണം കൊണ്ടു കൊടുക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ മക്കയിലെ പുല്ല് വെച്ചുകൊണ്ട് കാല് മറച്ച് കഫൻ ചെയ്ത് മറമാടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ നിർദ്ദേശം നൽകിയ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വസ്ത്രം ധരിക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഹോബി. മക്കയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം കാണാൻ, അദ്ദേഹത്തിൻ്റെ പൂശുന്ന അത്തറുകളുടെ മണം ആസ്വദിക്കാൻ, അദ്ദേഹത്തിൻ്റെ കണ്ണഞ്ചിക്കുന്ന സൗന്ദര്യം ആസ്വദിക്കാൻ തരുണീമണികൾ രംഗത്തിറങ്ങുമായിരുന്നുവെന്ന് പറയപ്പെടുന്ന അഷ്റഫുൽ ഖൽഖിനോട് ശരീരത്തിൻ്റെ സൗന്ദര്യത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും ശരീരത്തിൻ്റെ രൂപത്തിലും നല്ല സദൃശതയുള്ള സ്വഹാബിയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോഴാണ് ഇബ്ലീസ് ഒരു പർവ്വതത്തിന്മേൽ ഐനൈൻ, അതായത് ഉഹദിൻ്റെ ഒരു ഭാഗം, ആ പർവ്വതത്തിന്മേൽ കയറി നിന്നിട്ട് ഇന്നി ഖതൽതു മുഹമ്മദ, ഞാൻ മുഹമ്മദിനെ കൊന്നു എന്ന് ഇബ്ലീസ് വിളിച്ചു പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുസ്അബ് ഇബ്നു ഉമൈറിനുണ്ടായിരുന്ന സാദൃശ്യം മാനിച്ചാണ്. ആ സദൃശനായിരുന്ന മുസ്അബ് ഇബ്നു ഉമൈർ മരിക്കുന്ന സമയത്ത് കഫൻ പുടയണിയിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം തികയാതെ വന്നപ്പോൾ പുല്ല് വെച്ച് കെട്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കഫൻ പുടയണിയിച്ചതെന്ന് പറഞ്ഞാൽ മുഠാള ദരിദ്രനായ മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗമെത്രയാണ്, അദ്ദേഹം അനുഭവിച്ച ദുഃഖമെത്രയാണ്, വിഷമമെത്രയാണ്. ആ മുസ്അബ് ഇബ്നു ഉമൈറിൻ്റെ കയ്യിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഏൽപ്പിച്ചത് ഒരു തൂവെള്ള പതാകയാണ്, ഒരു വെള്ളപ്പതാക. രണ്ടു കറുത്ത പതാകകളാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ തയ്യാറാക്കുന്നത്. ആ രണ്ടു പതാകകളിൽ ഒന്ന് മുഹാജിറുകളുടെ നേതാവായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂലുള്ളാഹി ഏൽപ്പിക്കുന്നത്. മറ്റൊരു പതാക അൻസാറുകളുടെ നേതാവായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെയും ഏൽപ്പിക്കുന്നു. അങ്ങനെ മൂന്ന് പതാകകൾ, രണ്ടു കറുത്ത പതാകകളും ഒരു വെളുത്ത പതാകയും പൊട്ടിയിട്ട് മൂന്ന് പതാകകൾ കെട്ടിക്കൊണ്ടാണ് മുസ്ലിം സേന മുന്നോട്ട് പോകുന്നത്. ബദറിൽ പോരാട്ടത്തിൻ്റെ വേളയിലും സേന മുന്നിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് ഈ മൂന്ന് പതാകകളാണ്. വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട് എന്ന് ബദറിൽ പറഞ്ഞ ആ മൂന്ന് പതാകകൾ, ഒന്ന് അബിയതും രണ്ടും അസുവതുമാമാം, രണ്ടെണ്ണം കറുപ്പും. ഈ രണ്ടു പതാകകൾ, മൂന്ന് പതാകകൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ പതാകയായി ഇന്ന് കേരളത്തിലെ മതസംഘടനകളിൽ ഉയർത്തിപ്പിടിക്കുവാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്തിട്ടുള്ളതും സൗഭാഗ്യം നൽകിയിട്ടുള്ളതും കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ എന്ന നമ്മുടെ പ്രസ്ഥാനത്തിനാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ പതാകയാണ് പതാക. എന്നു മാത്രമല്ല, കമ്മിൻ ഫിഅത്തിൻ ഖലീല വലബത് ഫിഅത്തൻ കസീറ, ഇതാണല്ലോ ബദറിൻ്റെ ഏറ്റവും വലിയ പാഠം.
ആൾബലമോ അംഗസംഖ്യയോ ഒരു വിഷയമല്ല. വളരെ ചെറിയൊരു സംഘമാവട്ടെ, ആ കൊച്ചു സംഘം വലബത്ത് ഫിഅതൻ ഗസീറ, ധാരാളം അംഗസംഖ്യയുള്ള വമ്പിച്ച സൈന്യത്തെ കീഴടക്കുന്നു. അങ്ങനെ എത്രയുണ്ട് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഒരു ചെറിയ ന്യൂനപക്ഷം ബഹുഭൂരിപക്ഷത്തെ അതിജയിക്കുക എന്ന സിദ്ധാന്തം ഇസ്ലാമിൻ്റെ കൂടപ്പിറപ്പായിട്ടുള്ള പരിശുദ്ധ ഇസ്ലാമിൻ്റെ എന്നെന്നും ഒഴിയാത്ത ഒരു സിദ്ധാന്തം അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ചെറിയ ന്യൂനപക്ഷം എന്നും ഇസ്ലാം ന്യൂനപക്ഷമാണ്. ലോകത്ത് ഭൂരിപക്ഷമായി ഇസ്ലാം വരും എന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ, അതിനായി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമം പാഴ്ശ്രമമാണ്, ആ പൂതി വ്യാമോഹമാണ്, നടക്കില്ല. ഭൂരിപക്ഷത്തെ അനുസരിക്കാൻ തിരിഞ്ഞാൽ അതൊക്കെ ജനങ്ങളെ പിഴപ്പിക്കുന്നവരായിരിക്കും ഭൂരിപക്ഷം എന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെ തന്നെ ഉണ്ടാകൂ. മതങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു നോക്കി നിങ്ങൾ, ഇസ്ലാം അല്ല ഇവിടെ വലിയ മതം. ലോകത്ത് വലിയ മതം ക്രിസ്ത്യാനിസമാണ്. ക്രിസ്ത്യാനികളാണ് ലോകത്ത് ബഹുഭൂരിപക്ഷം കൂടുതലുള്ളത്. ലോകത്തെന്നും അങ്ങനെയാണ്, ഇനി അന്ത്യനാൾ വരെയും അങ്ങനെ തന്നെ വരും എന്നാണ് ചരിത്രത്തിൻ്റെ വായനയിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. കാരണം ഈസാ നബി അലൈഹിസ്സലാം വരുന്നുണ്ടല്ലോ അതിനെ നശിപ്പിക്കാൻ. അപ്പം ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ രണ്ടാമത്തെ വരവിനെ അനിവാര്യമാക്കുന്ന തരത്തിൽ വർദ്ധിച്ച സ്വാധീനം കുരിശും കുരിശിൻ്റെ ആളുകളും നേടും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവസാന കാലത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പാഠങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട്. അത് പ്രകാരം ബഹുഭൂരിപക്ഷം എന്നും ക്രിസ്ത്യാനികളാണ്. ഇപ്പം സത്യം അതുകൊണ്ട് തിരിയില്ല. ലോകത്തെ വൻശക്തികൾ ക്രിസ്ത്യാനിറ്റിയുടെ കീഴിലാണ്. ലോകത്തെ വൻശക്തികൾ മതം കൊണ്ട് ക്രിസ്ത്യാനികളോടൊപ്പമാണ്, അതിനൊപ്പമാണ് ഇസ്ലാം. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ന്യൂനപക്ഷമായി ലോക ചരിത്രത്തിൽ എന്നും നിന്നിട്ടുള്ള ഈ ഇസ്ലാമിനെ പ്രമാണം കൊണ്ട് അജയ്യമായി നിലനിർത്തുന്നല്ലോ. പേടി എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ എന്നെ കേട്ടില്ല നിങ്ങൾ? ഇസ്ലാമോഫോബിയ എന്നൊരു ഫോബിയ ഉള്ളപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പേടിയിൽ നിന്ന് ഉടലെടുത്തതാണ് ഇത്തരം ഒരു ഫോബിയ. ഇസ്ലാം എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേക്കൊരു പേടിയാണ്, തീവ്രത, ഭീകരത എന്നൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ബേജാറാകണ്ട. നമ്മൾ എന്ന് നിലനിൽക്കുന്നുണ്ടോ, ഇസ്ലാം എന്ന് നിലനിൽക്കുന്നുണ്ടോ, അന്നൊക്കെയും ഇസ്ലാമിനെ കുറിച്ചുള്ള പേടി ജനങ്ങളുടെ മുന്നിൽ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നുസിർതു ബിർറുഅബി മസീറത ശഹർ. ഒരു മാസത്തെ വഴിദൂരമുള്ള ദിക്കിലേക്ക് ശത്രുക്കൾ ഇരിക്കുമ്പോൾ ഞാൻ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു മാസത്തെ വഴിദൂരമുണ്ട് അപ്പുറത്തെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ വേണം. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ സ്ഥിതി ചെയ്യുന്ന ശത്രുവിന് ഞാനിവിടെ നിന്ന് പുറപ്പെട്ടാൽ അവരുടെ വയറിളകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും നബിയുടെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെയും കൂടപ്പിറപ്പായ അനുഗ്രഹമാണ് അവരെക്കുറിച്ചുള്ള ഭീതി. ഈ ഭീതി ഇസ്ലാമിൻ്റെ സ്വഭാവമാണ്. ഭീതി നമുക്കല്ല ഭീതി, നമ്മെക്കുറിച്ച് ഇതരർക്ക് ഭീതി. ലോകരാഷ്ട്രങ്ങളും ലോകത്തെ വൻ ശക്തികളുമായിരുന്നാലും ആ വൻ ശക്തികൾക്ക് ഇസ്ലാമിൻ്റെ ഒരു ചലനം വലിയ പേടിയാണല്ലോ. എന്തു ചലനവും പേടിയാണ്. സൈനികമായിട്ടുള്ള ചലനമാണെങ്കിൽ പറയണ്ട, രാഷ്ട്രീയമായിട്ടുള്ള മുന്നോക്കമാണെങ്കിൽ പറയണ്ട. അതില്ലാതാക്കാനാണ് ലോകത്തെ വൻ ശക്തികൾ എന്നും പല തന്ത്രങ്ങളും മെനട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളിലും മുസ്ലിം രാഷ്ട്രങ്ങളിലും ജനാധിപത്യ വിപ്ലവങ്ങളും കലഹങ്ങളും നടക്കുന്നു. നമ്മൾ വായിക്കുമ്പം വിചാരിക്കും അവിടെയൊക്കെ മഹാമോശം രാജാക്കന്മാർ, മഹാമോശം തമ്മാടികൾ, മഹാമോശം ഭരണാധികാരികൾ, ബാൻഡേ തന്നെയാണ്. കൂടരുത്. ഇസ്ലാം അതിൻ്റെ കൂടെ കൂടാൻ പാടില്ല. കാരണം അക്രമിയാണ് ഭരണാധികാരി എങ്കിൽ പോലും അക്രമിയായതുകൊണ്ട് ഭരണാധികാരിക്കെതിരെ വിപ്ലവം നയിക്കാൻ പൗരന്മാർക്ക് അവകാശമില്ല. അത് ഏതു രാജ്യത്ത് നടത്തിയാലും ഭരണകൂടത്തിനെതിരെ വിപ്ലവം നയിക്കുന്നതും ഭരണാധികാരിക്കെതിരെ വിപ്ലവം നയിക്കുന്നതും ശരിയല്ല. അണ്ണാ ഹസാരെ ഇപ്പം നമ്മൾ കേൾക്കുകയാണ്, ഒരു വയസ്സൻ കാക്കാക്ക് എന്തോ ഒരു അസുഖങ്ങൾ വരുമ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ ഇളക്കങ്ങൾ വരുമ്പോൾ ആരൊക്കെയാണ് അദ്ദേഹത്തെ മുപ്പിരി കൂട്ടുന്നത് നമുക്കറിയില്ല. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുകയല്ല. എങ്ങനെ വന്നാലും വർഗീയ ശക്തികളാണ് അദ്ദേഹത്തെ ഇളക്കി വിടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ വർഗീയ ശക്തികൾ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്നവർ കാക്ക രംഗത്ത് വരുമ്പോൾ ആ കാക്കയെ നിയമവിരുദ്ധമായി നിരോധാജ്ഞ നൽകിച്ചിട്ട് മുന്നോട്ട് വരുമ്പോൾ പോലും നിയമപാലകർക്ക് പിടിക്കാൻ പറ്റില്ല, ജയിലിലടക്കാൻ പറ്റില്ല എന്ന് വരുന്നത് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രയാസകരമാണ്. ചെയ്യുന്നതെന്തോ ചെയ്യാതിരിക്കുന്നതെന്തോ നമ്മൾ ചിന്തിക്കേണ്ട. ഭരണകൂടം ചെയ്യുന്നിടത്തോ തെറ്റി എങ്ങനെ വേണ്ടി എന്ന് പറഞ്ഞാൽ മനത്തല്ലിയാലും രണ്ട് പക്ഷം ഉണ്ടാവുമല്ലോ, അത് എല്ലപ്പോഴും ഉണ്ടാവും. നമ്മളാലോചിക്കേണ്ടത് സാധാരണക്കാർ. കേരളം ശാന്തമാണ്. കേരളത്തിൽ അത്തരം അബദ്ധങ്ങളൊന്നും വല്ലാതെ നടക്കില്ല. ഇളകുന്നല്ലോ കുറേ നാട്. എന്താണ് ഇതിനർത്ഥം?
ഭരണകൂടത്തിനെതിരെ വിപ്ലവം നയിക്കുന്ന, ഭരണകൂടത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്ന, ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന ഒരു ശ്രമങ്ങൾക്കും ഇസ്ലാം അനുവാദം നൽകില്ല. ഇസ്ലാം അതിൻ്റെ പിന്നിൽ കൂടി നിൽക്കില്ല. ഭരണകൂടം എന്ന് പറയുന്നത് രാജ്യത്തെ ഭരണം ഏതു അക്രമിയുടെ ഭരണമാണെങ്കിൽ പോലും ഭരണകൂടം എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. നിയമം ഭരിക്കുന്നവർ നടത്തണം. അതില്ലെങ്കിൽ ആ അരാജകത്വം എന്നതിന് പറയാം. അരാജകത്വം വലിയ വിപ്ലവമാണ്, അരാജകത്വം വലിയ കുഴപ്പമാണ്. ആ കുഴപ്പത്തിലേക്ക് നയിക്കുന്നത് ന്യായത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഭരിക്കുന്നവർക്കെതിരെ പറ്റില്ല. ഭരിക്കുന്നവർ നേതൃത്വം നൽകുന്ന സമരങ്ങളാണ് ഇസ്ലാമിൻ്റെ സമരങ്ങൾ. ഭരിക്കുന്നവർ നേതൃത്വം നൽകുക, ഇമാമിന് കീഴിൽ നടത്തണം, അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. ഇമാമിന് കീഴിൽ നടത്തുന്ന പോരാട്ടങ്ങൾ ഇസ്ലാം അംഗീകരിക്കുന്നു. ഇസ്ലാമിൻ്റെ ലെവലിൽ അതുണ്ട്. ഇമാമില്ലാതെ ഭരണാധികാരികൾക്കെതിരെ രാജ്യത്തെ പൗരന്മാർ നിയമം കയ്യിലെടുക്കുന്ന വിപ്ലവത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേക നില. ഞാൻ സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള വിപ്ലവങ്ങളുടെ നാമ്പുകൾ മുസ്ലിം രാഷ്ട്രങ്ങളിലുണ്ടാകുമ്പോൾ ആ രാഷ്ട്രങ്ങളിൽ നടക്കുന്ന വിപ്ലവങ്ങളെ നമ്മൾ മനസ്സാ തുണക്കുകയാണ്. കാരണം നമ്മൾ വായിക്കുന്നത് മനോരമയാണ്, മാതൃഭൂമിയാണ്, മുഖ്യധാരാ പത്രങ്ങളാണ്. ഞാൻ നേരം വെളുത്ത ആദ്യം വായിക്കുക മനോരമയാണ്. പക്ഷേ വരികൾക്കടിയിലൂടെ ഇടയിലൂടെയാണ് ഞാൻ വായിക്കാറുള്ളത്. എഴുതിത്തരുന്ന പത്രങ്ങൾ, എഴുതിത്തരുന്ന വാചകങ്ങളൊക്കെ വെച്ച് നമ്മൾ വായിക്കാൻ തിരിഞ്ഞാൽ നമ്മളുടെ മസ്തിഷ്കത്തെയും നമ്മുടെ ആശയത്തെയും ഒരു വല്ലാണ്ട് ചൂഷണം ചെയ്യും. അത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കൊന്നും നമ്മൾ വിധേയരാകരുത്. ഇസ്ലാമിനെക്കുറിച്ചൊരു പാഠം നമുക്ക് വേണം. ഏത് മുസ്ലിം രാജ്യത്ത്, ഈജിപ്ത് ഇപ്പോൾ നോക്കി നിങ്ങൾ, ഹുസ്നി മുബാറക്കിനെ പുറത്തിയാടിച്ച ശേഷം ആ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ്? ഭരണം എന്നൊന്നും അവിടെ ഇല്ല. ആളക്രമിയാവട്ടെ എന്താവട്ടെ എന്നും അക്രമികൾ ഭരിച്ചിട്ടുണ്ട്. സ്വഹാബാക്കൾ 10,000-കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുകയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികളിൽ വിവരസ്ഥന്മാരിൽ ഖുർആൻ മനപ്പാടമുള്ള 700 ആളുകളെ കൊല ചെയ്യുകയും ചെയ്ത ആക്രമികളായ ഭരണാധികാരികളെ അധികാര നിലയിൽ അംഗീകരിച്ചിട്ടുണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറ്റുമൊക്കെ. ഇതാണ് ഇസ്ലാമിൻ്റെ പാരമ്പര്യം. ആ ഇസ്ലാമിക പാരമ്പര്യപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ രാജ്യത്ത് നടക്കുന്ന വിപ്ലവങ്ങളെയൊക്കെ ഈ തരത്തിൽ ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയോ? ഇസ്ലാമിൻ്റെ വൈരികൾ ഉണ്ടാക്കുന്നതാണ്. ബദറിൽ നിന്ന് വിടുകയല്ല ഞാൻ. ബദറുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണല്ലോ നമ്മുടെ വിഷയം. ആ ഓർമ്മകളുമായി ബന്ധപ്പെട്ട് വർത്തമാനകാലത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അനുജന്മാരെ, ജ്യേഷ്ഠന്മാരെ ധരിപ്പിക്കുകയാണ്. വിശേഷിച്ച് യുവാക്കൾ ആലോചിക്കേണ്ടതുണ്ട്. വായിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും ചിന്തിക്കുമ്പോൾ ഇസ്ലാമിക മാനം എന്താണ്, ഇസ്ലാം അതിൻ്റെ ഏതു പക്ഷത്ത് നിൽക്കുന്നു എന്നറിയാതിരുന്നാൽ അങ്കലാപ്പുണ്ടാവും. ഈ രീതിയിൽ പരിശുദ്ധ ഇസ്ലാമിനെ വിലയിരുത്തുമ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് പേടി അല്ലാഹുവിൻ്റെ ദീനെന്ന് നിലനിൽക്കുന്നോ അന്നൊക്കെയുണ്ടാകും. അതെന്തുകൊണ്ടാണ്? കമ്മിൻ ഫിഅത്തിൻ ഖലീല വലബത് ഫിഅതൻ കസീറാ. ധാരാളം അംഗസംഖ്യയുള്ള വലിയ വലിയ സംഘങ്ങളെ, വൻ ശക്തികളെ, വലിയ വലിയ രാഷ്ട്രങ്ങളെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ അനുയായികളായ കൊച്ചു സംഘങ്ങൾ എത്രയാണ് അതിജയിച്ചത്? ഈ അതിജയത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ആദ്യത്തെ അനുഭവവും ആദ്യത്തെ ചിത്രവും മാതൃകാപരമായ ചിത്രവും നൽകുന്നതാണ് ബദർ. 313 പേർ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ന്യൂനപക്ഷത്തിനാണ് സത്യമുണ്ടെങ്കിൽ വിജയം എന്നറിയിക്കുന്ന വിശുദ്ധ ഖുർആന്റെ വാചകപ്രകാരം ബഹുഭൂരിപക്ഷം മുസ്ലിം സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അധർമ്മത്തിൻ്റെ ഭാഗത്തേക്കോ അസത്യത്തിൻ്റെ ഭാഗത്തേക്കോ പരിഷ്കാരത്തിൻ്റെ ഭാഗത്തേക്കോ ആധുനിക വാഞ്ചയിലേക്കോ പോകുമ്പോൾ പഴയകാലത്തെ അതേ രീതിയിൽ തന്നെ വേണം മുസ്ലിമീങ്ങൾ ജീവിക്കാനെന്നും, എന്ന് വെച്ചാൽ പരിഷ്കാരങ്ങൾ ജീവിതത്തിൽ വേണ്ടെന്നല്ല, പരിഷ്കരിച്ച നിലയിലുള്ള ഒന്നും പാടില്ലെന്നല്ല. അള്ളാഹു നിശ്ചയിച്ച് പടച്ചവനെ വണങ്ങാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഇബാദത്തുകളും ആരാധനകളുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ച അതേ മാതൃകയിൽ കൊണ്ട് നടക്കുമ്പോഴാണ് അതിൻ്റെ വീര്യവും അതിൻ്റെ പവറും അതിൻ്റെ ശക്തിയും ഉണ്ടാവുക എന്നും, യന്ത്രങ്ങളോ മറ്റേതെങ്കിലും പരിഷ്കാരങ്ങളോ ഇബാദത്തുകളോട് കൂട്ടിച്ചേർത്തുകൊണ്ട് അവരപ്പെടുത്തിയാൽ നമുക്കുള്ള ഈമാനികമായ ആവേശങ്ങളൊക്കെ നഷ്ടപ്പെടുമെന്നും പഠിപ്പിക്കാൻ വളരെ ചെറിയ ഒരു സംഘമേ കേരളത്തിലുള്ളൂ. അതിൻ്റെ യുവജന പ്രസ്ഥാനമാണ് സുന്നി യുവജന ഫെഡറേഷൻ. ആ നിലക്ക് ബദറിൻ്റെ സന്ദേശവും ബദറിൻ്റെ ആത്മവിശ്വാസവും ബദറിൻ്റെ ശരിയായ പാഠവും ഉൾക്കൊള്ളുന്ന ഒരു കൊച്ചു സംഘം നടത്തുന്ന ഈ പരിപാടി തീർത്തും സംഗതമാണ്, ബദരീങ്ങളോട് യോജിച്ചതാണ്. അള്ളാഹു ഇത് കബൂലാക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവരുടെ പരിശ്രമങ്ങളും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇതിനെന്തെല്ലാം നിലക്ക് സഹായിച്ചിട്ടുള്ളവരുടെ സഹായങ്ങൾ അള്ളാഹു പാഴാക്കാതെ ആഖിറത്തിൽ ഉപകരിക്കുന്നതും ദീനിന് ഉപകരിക്കുന്നതും അള്ളാഹു പരലോകത്ത് സ്വർഗത്തിൽ ഉപകരിക്കുന്നതുമാക്കി അള്ളാഹു തആല മാറ്റുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ബദർ, ആ ബദർ എന്ന് പറയുന്നത് നോക്കി നിങ്ങൾ, അവിചാരിതമായാണ് ബദറിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സംഘം എത്തുന്നത്. ബദർ എന്ന് പറയുന്നത് പഴയ കാലത്തു തന്നെ ഒരു വാണിജ്യ കേന്ദ്രമാണ്.
വർഷാവർഷത്ത് ചന്ത നടക്കുന്ന സ്ഥലം. അതുകൊണ്ട് ലോകപ്രസിദ്ധമാണ് ബദർ. ലോകരാഷ്ട്രങ്ങളിൽ അന്ന് തന്നെ അറിയപ്പെടും ബദർ. ഇന്ന് കേൾക്കുന്ന ലോകരാഷ്ട്രം എന്ന ചിത്രം മാറ്റിവെക്കും. ഫോണില്ല, മറ്റൊരു സൗകര്യങ്ങളുമില്ല, ഒരു സംഗതികളുമില്ല. അങ്ങനെയൊക്കെയാണെങ്കിലും രാഷ്ട്രവും രാഷ്ട്ര നിയമങ്ങളും രാജ്യാന്തര നിയമങ്ങളും പണ്ടക്കും പണ്ടേയുള്ള രീതിയിലാണ് നടക്കുക. അതിൻ്റെ തെളിവാ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി 60 ചില്ലാനം വർഷം കഴിഞ്ഞിട്ടും കോടതി നിയമങ്ങൾക്കോ രാഷ്ട്രീയ സാധാരണമായ ആചാരങ്ങൾക്കോ വല്ല മാറ്റവും വരുത്താൻ നമുക്ക് സാധിച്ചുകണോ? ഇല്ല, ഒരു മാറ്റമല്ല. ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു രാജ്യത്തെ ഭരണാധികാരികൾക്കിടയിലുള്ള പ്രോട്ടോകോൾ എങ്ങനെയാണ്? ഒരു കോടതിയിലുള്ള വക്കീലുമാരടക്കമുള്ളവരുടെ പേരെങ്ങനെയാണ്? സംസാരം എങ്ങനെയാണ്? അവിടുത്തെ ചിട്ടകൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചിന്തിച്ചാൽ ലോകം പരിഷ്കരിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു ഇറക്കിയ ഈ ഭരണ സംവിധാനവും രാഷ്ട്രീയ സംവിധാനവും നശിപ്പിക്കാൻ നമ്മെക്കൊണ്ട് കഴിയില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, കോടതിയിൽ ജഡ്ജി വിളിച്ചു പറയുമ്പോൾ ഏറ്റു പറയാൻ ഒരാൾ, ആമീൻ എന്ന് പറയുന്ന ഒരാൾ, നമ്മളെ നാട്ടുകാരൻ, എൻ്റെ ഒരു സുഹൃത്ത് ആമീനാണല്ലോ, നമ്മളെ നാട്ടിലുള്ള ഒരാൾ ആമീൻ. എന്താ അയാൾക്ക് പണി? ജഡ്ജി ഒന്ന് വിളിച്ചു പറയും ഇന്നാൾ, അപ്പം ഇന്നാൾ, മറ്റേ ആൾ. ഇത് പറയണ പണിയാണ്. വേറൊരു പണി അയാൾക്കില്ല, കാര്യപ്പെട്ടൊരു പണിയൊന്നുമില്ല. എന്തിനാ ഇതിനാൾ? ഇതേത് കാലമുള്ളതാണ്? അപ്പം അന്നൊക്കെ ഉണ്ടായിരുന്നത് മറ്റെന്ത് സൗകര്യങ്ങളുണ്ടായാലും പോവില്ല. ജഡ്ജി അദ്ദേഹത്തിൻ്റെ ചേംബറിലിരുന്നിട്ടോ അദ്ദേഹത്തിൻ്റെ പീഠത്തിലിരുന്നിട്ടോ അല്പം പതുക്കെ പറയുള്ളൂ. ആ പതുക്കെ പറയുന്നത് ഉറക്കെ പറയുന്ന പണിയാണ് ഇയാൾക്ക്. കാര്യമായിട്ട് കക്ഷിയെ അറിയിക്കാനും കൂട്ടിൽ കയറാൻ പറയാനും അങ്ങോട്ട് കയറി എന്ന് പറയാനും ഇത് പറയും. സത്യം തന്നെയല്ലേ? സത്യം പറയില്ലേ? സത്യം പറയും. ഇത് പറയാൻ ഒരാൾ. ഈ ഇടപാട് വെറുതെ കൊടുക്കുകയാണ് ശമ്പളം എന്ന് നമ്മൾ വിചാരിക്കുക. ഗവർണർ, നമ്മുടെ നാട്ടിലൊരു തസ്തിക ഉണ്ട്, എത്ര 1000 ഉറുപ്പ്യ. അതിലും വലിയൊരു തസ്തിക രാഷ്ട്രപതി. ഇത് രാഷ്ട്രപതി എന്നുണ്ട്. എന്തിനാണിത്? എത്ര ഉറുപ്പ്യാണ് ഈ രാഷ്ട്രപതിയും രാഷ്ട്രപതി ഭവനും പോറ്റാൻ വേണ്ടിയിട്ടുള്ളത്? രാഷ്ട്രപതി ഭവനെ മാത്രം ചുറ്റിപ്പറ്റിയിട്ട് എത്ര 1000 ഉദ്യോഗസ്ഥന്മാരാണ്? അത്ര ചെലവ് നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഒന്നിനുമില്ല, പ്രധാനമന്ത്രിക്ക് പോലുമില്ല. അത്ര വലിയ സാമ്പത്തിക ചെലവുണ്ട് രാഷ്ട്രപതിക്ക്. എന്തായാൾക്ക് പണി? ഭരണമില്ലാത്തൊരു ഘട്ടം വന്നാൽ ഭരണത്തിൻ്റെ നായകനായി നിൽക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശത്ത് നിന്ന് ആളുകൾ വന്നാൽ അയാൾ ഒരാളായിട്ട് ചെല്ല. തന്നെ ഒരു പണിയുള്ളൂ ഇതിനൊരാൾ. അതിനൊരു തസ്തിക ഉണ്ട് രാഷ്ട്രപതി. ഇത് മാറ്റാൻ കഴിയുന്നോ? ഇല്ല. ഞാൻ പറയുന്നതിനർത്ഥം രാജ്യാന്തര നിയമങ്ങളും രാജ്യാന്തര ശീലങ്ങളും രാഷ്ട്രാന്തരീയ രംഗത്തുള്ള നിയമങ്ങളും പണ്ടക്കും പണ്ടേ ഉള്ളതാണ്. അതൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കാലത്തുണ്ട് എന്ന് ചിന്തിക്കുക. അങ്ങനെ മനസ്സിലാക്കുക. ഉപകരണങ്ങൾ, ഉപാധികൾ, മാധ്യമങ്ങൾ ഇതൊക്കെ മാറിയിട്ടുള്ളൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തുണ്ടായിരുന്ന ആ സൈനിക നീക്കങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ബദറിലേക്ക് എത്തുന്നത് യാദൃച്ഛികമാണ്. ബദറിലേക്ക് അള്ളാഹു എത്തിക്കുകയാണ്. മദീനയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂല് പോകുന്നത് ഷാമിലേക്ക് കച്ചവടത്തിന് പോയിരുന്ന അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ വാണിജ്യ സംഘത്തെ തടഞ്ഞു വെച്ചിട്ട് അവരിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് ഇസ്ലാമിന് സാമ്പത്തിക ശക്തി ഉണ്ടാക്കാനാണ്. ഒരു രാഷ്ട്രത്തിന് സാമ്പത്തിക ശക്തി പ്രധാനമാണല്ലോ. ഇസ്ലാമിൻ്റെ കഠിനവൈരികളായ അള്ളാഹുവിൻ്റെ കഠിന ശത്രുക്കളായ ആ ശത്രുക്കൾക്ക് അള്ളാഹുവിൻ്റെ സ്വത്തുക്കൾ, റസൂലുള്ളാഹിൻ്റെയും സ്വഹാബത്തിൻ്റെയും തന്നെ സ്വത്തുക്കൾ എവിടെയുണ്ട്? കഅബയിലേക്ക് വരുന്ന സ്വത്തുക്കളുണ്ട്. വ്യക്തമായി സ്വഹാബികളിൽ ഓരോരോ ആളുകൾ കുടുംബത്തെ അവിടെ ഇട്ടേച്ചു പോകുന്നവരും ഭാര്യയെ ഇട്ടേച്ചു പോകുന്നവരും ഭാര്യയും ഭർത്താവും പോന്നിട്ട് മക്കളെ ഇട്ടേച്ചു പോകുന്നവരും അവിടെയുണ്ട്. അത്തരം സ്വത്തുക്കളൊക്കെയും കൈകാര്യം ചെയ്യുന്നത് അവിശ്വാസികളായ മക്കത്തെ കാഫിറുകളാണ്. ആ വാണിജ്യ സംഘത്തെ സാമ്പത്തികമായി പ്രതിരോധിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്താൽ അത് സൈനികമായ നീതീകരിക്കാവുന്ന ഒരു നീക്കമാണ്. രണ്ടു രാഷ്ട്രങ്ങൾ തമ്മിൽ നടക്കാവുന്ന സ്വാഭാവികമായ നീക്കം. ഇതിലൊന്നും മോശം വിചാരിച്ചണ്ട. ഇപ്പോഴത്തെ കാലത്ത് ഇതിലൊക്കെ മോശം വിചാരിക്കുകയാണ്. അതാദ്യം അവർ ഷാമിലേക്ക് പോകുമ്പോൾ റസൂലുള്ള ഒരു സംഘത്തെ അയച്ചു. ഷാമിലേക്ക് പോകുമ്പോൾ സംഘം വഴിമാറി സഞ്ചരിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അവർ തിരിച്ചു വരികയാണ് മക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ സ്വത്ത്, ഈ വാണിജ്യ സംഘത്തിൻ്റെ സ്വത്ത് 1,00,000 ദീനാർ. എത്രയാ 1,00,000 ദീനാർ എന്നാ നമ്മൾ വിചാരിക്കുന്നത്? 1,00,000 ദീനാർ എന്ന് പറഞ്ഞാൽ വളരെ വലിയ സ്വത്താണ്. ആ 1,00,000 ദീനാർ ഇന്നത്തെ കണക്കിന് 25,000 26,000 പവൻ പൊന്നുണ്ടാവും. നാണയമായിട്ട് തന്നെ ആ പൊന്നുകളുണ്ട്. ഒട്ടകങ്ങളും ചുമടുകളും വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും എത്രയോ ആണ്. മക്കയിലുള്ള ഒരു കുടുംബത്തിനും അതിൽ സ്വത്തില്ലാതില്ല. അത്ര വലിയ ഒരു വാണിജ്യ സംഘം ഷാമിലേക്ക് പോകുന്ന മധ്യേ അവരെ പിടിക്കാൻ വേണ്ടി പോയിട്ട് അവർ വഴിമാറി സഞ്ചരിച്ച് രക്ഷപ്പെട്ടപ്പോൾ അവർ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും അവിടുത്തെ വസ്തുക്കൾ മക്കയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴും കച്ചവട യാത്രയാണ്.
അവരെ പിടിക്കാൻ വേണ്ടിയാണ് റസൂലുള്ള മദീനയിൽ നിന്ന് പുറപ്പെടുന്നത്. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നമാ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുരീദു ഈറ ഖുറൈശ്. അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് മക്കയിൽ നിന്ന് പുറപ്പെട്ടത്, മദീനയിൽ നിന്ന് പുറപ്പെട്ടത് ബദറിലേക്ക് പോരാട്ടം ഉദ്ദേശിച്ചല്ല. ഇന്നമാ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ നിശ്ചയം പുറപ്പെട്ടത് യുരീദു, നബി ഉദ്ദേശിക്കുന്നവരായി മാത്രമാണ്, ഈറ ഖുറൈശ്, ഖുറൈശികളുടെ വാണിജ്യ ചരക്കുകളെയും ഒട്ടകങ്ങളെയും. വാണിജ്യ ഒട്ടകങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടും ആ സംഘത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ പുറപ്പെട്ടത്. അപ്പോൾ പോരാട്ടത്തിന് പോകുന്നവരല്ല റസൂലുള്ളാഹിൻ്റെ സ്വഹാബാക്കൾ. അങ്ങനെ പോകുന്ന അവർ വഴിമാറി കടൽക്കരയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് തന്നെ അബൂ സുഫിയാൻ്റെ സേന രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട സേന രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇനി എന്തു വേണം എന്ന് ചിന്തിക്കുമ്പോൾ അവരെ പിടിക്കാൻ വേണ്ടി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന വിവരം മക്കയിൽ അറിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ അയച്ച പ്രത്യേക ദൂതൻ ആ ദൂതനെ വിളിച്ച ശൈലിയിൽ തന്നെ അറിയിച്ചിട്ട് സങ്കടം വരുന്ന തരത്തിൽ, പ്രതിഷേധം വരുന്ന തരത്തിൽ, എല്ലാവരുടെയും വികാരമിളക്കുന്ന തരത്തിൽ അവിടെ ആ കാര്യം അറിയിച്ചപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു സംഘം വരികയാണ്. നഫീർ വഇദ് യഅദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫതൈനി അന്നഹാ ലക്കും വതളുന്നൂന അന്ന ഗൈറ ദാതിശ് ശൗകതി തകൂനു ലക്കും. ഖുർആൻ പറയുന്നുണ്ട്, രണ്ടു സംഘങ്ങളിൽ ഒരു സംഘത്തെയാണ് നബിയെ അങ്ങേക്കു ഞാൻ വാഗ്ദാനം നൽകിയത്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ചത് ശക്തിയില്ലാത്ത, പോരാട്ടം വേണ്ടതില്ലാത്ത, ആയുധമില്ലാത്ത, നിഷ്പ്രയാസം നിങ്ങൾക്ക് ജയിച്ചടക്കാവുന്ന ഒരു സംഘത്തെയാണ്. ഞാനങ്ങനെയല്ല അള്ളാഹു ഉദ്ദേശിച്ചത്. അള്ളാഹ് പറയുന്നു, അള്ളാഹു ഉദ്ദേശിച്ചത് മറിച്ചാണ്. ലിയുഹിഖൽ ഹഖ്ഖ വയുബ്തിലൽ ബാതില വലൗ കരിഹൽ കാഫിറൂൻ. അവിശ്വാസികൾക്കെന്നും അരോചകമാണെങ്കിലും ഹക്ക് ഹക്കായി ഉയർന്നു നിൽക്കാനും അധർമ്മം അധർമ്മമായി തന്നെ തെളിയിക്കപ്പെടാനും ലോകചരിത്രത്തിൽ ഒരു മാതൃകയാക്കാൻ നാം ഉദ്ദേശിക്കുന്നത് പോരാട്ട സംഘത്തെ നിങ്ങൾ ഏറ്റുമുട്ടണമെന്നാണ്. ആ പോരാട്ട സംഘം വന്നുകൂടുന്നത് ബദറിലാണ്. ബദറിലേക്ക് വരുമ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം വെറും കിബിർ, അഹങ്കാരം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അഹങ്കാരത്തോടു കൂടിയാണ് ഈ സംഘം വരുന്നത്. വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറയുന്നത്, വലാ തകൂനൂ കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബത്റൻ വരിആഅൻ നാസ് വയസുദ്ദൂന അൻ സബീലില്ലാഹി വല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്. അല്ലാഹു തആല വിവരിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും ആകരുത് കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം, സ്വന്തം നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും അവർ പുറപ്പെട്ടു, ബത്റൻ, ധിക്കാരത്തോടെയും അഹങ്കാരത്തോടെയും, വരിആഅന്നാസ്, ലോക ജനതയ്ക്ക് ശക്തി കാണിച്ചു കൊടുക്കാൻ, പെരുമ കാണിച്ചു കൊടുക്കാൻ, പെരുമയും പ്രകടനപരതയും ഉദ്ദേശിച്ചു കൊണ്ടുവന്ന സംഘം. അവരെ പോലെ നിങ്ങൾ ഒരിക്കലും ആകരുത്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനിനെ തൊട്ട് ആളുകളെ തടയാൻ അതുദ്ദേശിച്ച സംഘമാണ് ഈ സംഘം. സുദീർഘമായ ആയത്താണ്. ആയത്തോതി ഞാൻ സാധാരണഗതിയിലുള്ള സമയവും കളയുന്നില്ല. അല്ലാഹു തആല ഇതൊക്കെ നുറുങ്ങായിട്ട് ഖുർആനിൽ അവിടെവിടെയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന സൂറത്തുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ ചരിത്രത്തിലൂടെ നമ്മൾ പോയാൽ ഒരുപാട് പാഠങ്ങൾ ബദർ നൽകുന്നുണ്ട്. റിആഉം ബതറും. എന്താ റിയാവും ബതറും? വലിയ സംഘമാണ്. പാട്ടുകാർ, ചെണ്ടമുട്ടുകാരും പാട്ടുകാരും, അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ട പെണ്ണുങ്ങൾ, നർത്തകിമാർ എല്ലാം കൂടിയിട്ടാണ് പുറപ്പാട് അവർക്കറിയാം. മദീനക്കാരെങ്ങനെ വന്നാലും 300 ചില്ലാനം ആളെ പുറപ്പെട്ടിട്ടുള്ളൂ. വളരെ ചെറിയ സംഘമാണ് അവരിൽ ഉള്ളത് എന്നുള്ള വിവരം അവരെടുക്കലുണ്ട്. കാരണം വാണിജ്യ സംഘത്തെ പിടിക്കാനല്ലേ. 10-70 പേരുള്ളൊരു വാണിജ്യ സംഘത്തെ പിടിക്കാൻ അത്ര തോനെ പേരൊന്നും മദീനത്തുനിന്ന് വരൂലല്ലോ. അതുകൊണ്ട് 70 അംഗങ്ങൾ വരുന്ന ഒരു വാണിജ്യ സംഘത്തെ പിടിക്കാൻ വന്ന സേന വളരെ ചെറുതായിരിക്കുമെന്നും ആയുധമുണ്ടാകില്ലെന്നും അവർക്കറിയാം. അവർക്കെതിരെ പുറപ്പെട്ടു വരുന്നത് ഏകദേശം 1000 പേർ. 1000 പേരുടെ നില 200 പേർ കുതിരക്കാരാണ്. അന്ന് കുതിരക്കാർ എന്ന് പറഞ്ഞാൽ വലിയ വാഹനമാണത്. ഇന്നത്തെ ഏറ്റവും വലിയ വാഹനമായിട്ട് എണ്ണാൻ പറ്റുന്ന അന്നത്തേത് കുതിരനെ. കുതിരൻ്റെ മേലൊരു വാഹനമല്ല. ഒനീമത്ത് സ്വത്തുക്കൾ ഓഹരി ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് നൽകുന്ന വിഹിതത്തിൻ്റെ ഇരട്ടി കൊടുക്കും കുതിരക്കീറ. ഇരട്ടി. ഒരു പോരാട്ട വീരന് ഓരി വെച്ച് കൊടുക്കുന്ന സൈനികമായ സമ്മാനങ്ങളിൽ ഇരട്ടി വിഹിതമാണ് ഒരു കുതിരക്ക്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന സേവനത്തേക്കാൾ ഇരട്ടി സേവനം ചെയ്യും യുദ്ധത്തിൽ ഒരു കുതിര. ചാട്ടം ഓട്ടം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മേലേക്ക് ചാടുക എന്നൊക്കെ പരിശീലിപ്പിക്കപ്പെട്ട കുതിര ഓടിയാൽ ചാടിയാൽ
ഒരു നിവൃത്തി ഉണ്ടാവില്ല മനുഷ്യൻ അവിടെ. അതുകൊണ്ട് യുദ്ധത്തിലെ പരാക്രമം മാനിച്ചുകൊണ്ട് അങ്ങനെയുള്ള ശക്തിയാണ് കുതിരക്ക് നൽകുന്നത്. അത്തരം കുതിരകൾ അവരുടെ കയ്യിൽ 200 ഉണ്ട്, ഒട്ടകങ്ങൾ 700 വാഹനമായിട്ട്. 700 200 900 ആയില്ലേ? ആകെ സംഘമുള്ളത് എത്രയാണ്? 950. 950 അംഗങ്ങൾ വരുന്ന സംഘത്തിന് 200 കുതിരകളും 700 ഒട്ടകങ്ങളും ഉണ്ടെങ്കിൽ ഒരൊട്ടകത്തിൻ്റെ പുറത്ത് 2 ആൾക്ക് എങ്ങനെയും കയറാം. ഇനി 2 ആളില്ലെങ്കിൽ ഊഴം വെച്ച് കയറി വെച്ചാൽ കുറേ ആളുകൾക്ക് കയറാം. ഈ സംഘം വരുന്നത് എത്ര പ്രൗഢിയോടെയാണ്, അഹങ്കാരത്തോടെയാണ്. വഴിയിൽ വെച്ചുകൊണ്ട് വഴിമാറിപ്പോയ അബൂ സുഫിയാൻ പറഞ്ഞു, ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ കച്ചവട സ്വത്തുക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നു, ഞങ്ങളിതാ മക്കത്ത് നിർഭയം സന്തോഷപൂർവ്വം എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ട നഫീറുകാരെ, നിങ്ങൾ തിരിച്ചു പോരുക, ഇനി നിങ്ങൾ അവിടെ പോകേണ്ടതില്ല, ഞങ്ങൾ രക്ഷപ്പെട്ട് മക്കയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് അവരെ ഇളക്കിവിടാൻ വേണ്ടി അയച്ച വാണിജ്യ സംഘത്തിൻ്റെ നേതാവ് അബൂ സുഫിയാൻ തന്നെ പറയുമ്പോഴും അബൂജഹൽ പറയുന്നു, കഴിയില്ല, പറ്റില്ല. ഞങ്ങൾ ബദറിൽ പോയി 3 ദിവസം താമസിച്ച് മദ്യപിച്ച് കൂത്താടി ആടി ആഘോഷിച്ചിട്ട് ഞങ്ങളൊരു 3 ദിവസം അവിടെ താമസിച്ചിട്ട് ഞങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടേ പോരൂ. ലോക ജനതയും ലോക രാഷ്ട്രങ്ങളും മുസ്ലിമീങ്ങളായ മദീനക്കാരും ഞങ്ങളുടെ ശക്തി ഒന്ന് കാണട്ടെ. ഇതാണ് അല്ലാഹു പറയുന്നത്, അന്നാസ്, ലോക ജനതയെ കാണിക്കാൻ വേണ്ടി. ലോക ജനത വന്ന് കാണട്ടെ എന്ന് അഹങ്കാരത്തോടുകൂടെ പുറപ്പെട്ട, എല്ലാം നോക്കിയിട്ട് ഞങ്ങൾ എമ്പാടുമുണ്ട് എന്നും കരുതിയിട്ട് പോകുന്ന ഈ ഒരു സംഘമാണ് ഒരു ഭാഗത്ത് വരുന്നത്. ആ സംഘം യുദ്ധത്തിന് പോയതല്ല. ബദറിൽ അവർ സാധാരണ കച്ചവടം നടത്തുമ്പോൾ ചന്ത നടത്താറുണ്ട്. ചന്ത എന്നറിയൽ സൂക്ക് എന്നതിന് അറബ് പറയുന്നത് ചന്ത. അത് നമുക്ക് പറഞ്ഞാൽ നമ്മളെ മമ്പാട്ട് നീർച്ച എന്നറിയല്ലേ? നീർച്ച കൊല്ലത്തിലൊരുക്ക പണ്ടൊരു നീർച്ച ഉണ്ടായിനല്ലോ, ഇപ്പം അതൊക്കെ കൂടി ഇല്ല. പണ്ടൊരു നീർച്ച എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ കുട്ടികൾ വളരുന്നത് അന്നാണ്. നമ്മളെ നാട്ടിലെ കുട്ടികൾ ചക്കരമുട്ടായി തിന്നില്ലേ? നമ്മളെ നാട്ടിൽ കമ്പർ മുട്ടായി മുട്ടായി ഉണ്ടല്ലോ, അത് പണ്ടൊക്കെ കമ്പർ മുട്ടായി ഇതല്ലേ നമ്മൾ പറയൽ. ആ ചക്കരമുട്ടായി തിന്നൽ അന്നാണ്, ഹലുവ തിന്നൽ അന്നാണ്. നിലമ്പൂർ പാട്ടിൻ്റെ അന്നൊന്നും പിന്നെ നമ്മളെ നീർച്ചൻ്റെ ഒന്നും. ഇതാണല്ലോ നമ്മളെ പണ്ടത്തെ കാലത്ത് നീർച്ച. പുതിയ തലമുറക്കതറിയില്ല, നമ്മളെ പഴയ തലമുറക്കറിയാവുന്ന നീർച്ച. ഈ നീർച്ച പോലെ വർഷത്തിലൊരിക്കൽ ലോകത്തുള്ള കച്ചവടങ്ങൾ ഒരുപാട് വന്നിട്ട് ചേർന്നിട്ട് ആളുകൾ ഒന്നിച്ച് വരുന്ന ഒരു ചന്ത ഉണ്ടാക്കാറുണ്ട്. ഇതിന് ചന്ത എന്നാ പറയാം. ഓർക്കാട്ടേരി ചന്ത എന്നറിയാറുണ്ട് വടക്കേ മലബാറിൽ. ഓർക്കാട്ടേരി ചന്ത അന്നുണ്ടാകും. എല്ലാ ലോകത്തെ വസ്തുക്കളും അവിടെ ഉണ്ടാകും. ലോകത്ത് നിർമ്മിക്കുന്ന വസ്തുക്കളൊക്കെ ഇത് ചിലപ്പോൾ ഒരാഴ്ച നിൽക്കും. അത്തരം ചന്ത നമ്മൾ ഇപ്പോഴത്തെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയും തന്നെ, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയില്ലേ? അങ്ങനെയുള്ള ചന്ത നടക്കുന്ന വിശ്വപ്രശസ്തമായ സ്ഥലമാണ് ബദർ. ആ ബദറിൽ പോയിട്ട് ഞങ്ങൾ കുടിച്ചാടിയിട്ട് ഞങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ട് ഞങ്ങൾ ആരാണെന്ന് കാണിക്കുമെന്നാണ് അബൂജഹൽ പറയുന്നത്. ആ അബൂജഹലിൻ്റെ സേന നിൽക്കുന്ന ബദറിലേക്ക് പോകണമോ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സ്വഹാബാക്കളെ കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്. ചോദിക്കാൻ കാരണമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിൽ നിന്ന് പുറപ്പെട്ട ശേഷം ഏതാണ്ട് 2 കിലോമീറ്റർ പിന്നിട്ട് ബിർ അബി ഉത്ബ എന്ന് പറയുന്ന പ്രദേശത്ത് തമ്പടിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ കൂടെ വന്ന അംഗങ്ങളെ ഒന്ന് വീക്ഷിച്ചു. ആരൊക്കെയുണ്ട് കൂടെ, അവരുടെ ശക്തി എങ്ങനെയൊക്കെയുണ്ട് നോക്കുമ്പം ചില കുട്ടികളുണ്ട്. 14 വയസ്സുകാർ 13 വയസ്സുകാർ ആവേശത്തിൽ വന്നതാണ്. ഒരു യുവാവിൻ്റെ ആവേശം ചില കുട്ടികൾക്കുണ്ടാകുമല്ലോ, ചില കുട്ടികൾ കുമാരന്മാർ. അത്തരം കുമാരന്മാരും ആ കൂട്ടത്തിലുണ്ട്. പ്രായം തികയാത്തവർ, ആവേശത്തോടുകൂടെ വന്നവർ, ശത്രുക്കളെ പിടിക്കാൻ ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞവർ. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, പ്രായം തികയാത്തവർ മാറി നിൽക്കണം. 14 വയസ്സുകാരെയൊക്കെ നബി മാറ്റി. അക്കൂട്ടത്തിൽ ഒരു സ്വഹാബി ഉമൈർ റളിയല്ലാഹു അൻഹു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു, പറ്റില്ല നബിയേ. അദ്ദേഹം കരഞ്ഞു വാശി പിടിച്ചു, എനിക്കെങ്ങനെയും പോരണം, എനിക്ക് പ്രായം തികഞ്ഞിട്ടുണ്ട്, എൻ്റെ ശക്തി ഞാൻ കാണിക്കാം. നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും ശക്തനായ ഒരാളെ തരൂ, തങ്ങൾ അനുവദിച്ചിട്ടുള്ള ആൾ, തങ്ങൾ സമ്യത്തിൽ കൂടാൻ വേണ്ടി അനുവദിച്ചിട്ടുള്ള ആ ആളെ തന്നാൽ ഞാനും അയാളും തമ്മിൽ മല്ലിട്ടാൽ, ഏറ്റുമുട്ടിയാൽ ഞാൻ അയാളെ കീഴ്പ്പെടുത്തിത്തരാം, പരാജയപ്പെടുത്തിത്തരാം, എൻ്റെ കഴിവ് ഞാൻ കാണിക്കാം. വെല്ലുവിളിയോടുകൂടെ ഈ കുട്ടി പറഞ്ഞപ്പോൾ, കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ആവട്ടെ നീ പോരൂ എന്ന് പറഞ്ഞു. ആ ആൾ ബദറിൽ ഷഹീദായ 14 ശുഹദാക്കളിൽ ഒരാളാകുന്നു. നോക്കണം നിങ്ങൾ അല്ലാഹു തആലാന്റെ നിയതി. അല്ലാഹുവിൻ്റെ നിയതി ജയിക്കുകയാണ് ഇവിടെ. പ്രായം തികയാത്ത ആളുകളെ മാറ്റി നിർത്താൻ റസൂലുള്ള ചിന്തിക്കുമ്പോഴും
അള്ളാഹു ഇദ്ദേഹത്തെ ഷഹീദാകാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടിട്ട് റസൂലുള്ളാഹിന്റെ സമ്മതം മേടിച്ചിട്ട് പോകുന്നു. ബാക്കി കുട്ടികളെയൊക്കെ മാറ്റി, കുട്ടികൾ ഒഴിച്ചു നിർത്തിയിട്ട് അള്ളാഹിന്റെ റസൂല് എണ്ണി നോക്കുമ്പോൾ എത്ര പേരുണ്ട്? 313 പേർ. ആ 313 പേരാണെങ്കിലോ അള്ളാഹുവിൻ്റെ റസൂല് നോക്കുമ്പോൾ എന്താ അവരുടെ കയ്യിലുള്ളത്? 2 കുതിര. 2 കുതിര. വാഹനം എന്താണുള്ളത്? 70 ഒട്ടകം. 313 ആൾക്ക് 70 ഒട്ടകമാണ്. 313 ആളുകൾ 70 ഒട്ടകം കൊണ്ട് യാത്ര ചെയ്യണമെങ്കിൽ എങ്ങനെ വേണം? ഊഴം വെച്ച് പോകണം. ഓരോ ഒട്ടകപ്പുറത്ത് ഊഴം വെച്ചുകൊണ്ട് 3 ആളുകൾ 4 ആളുകൾ അള്ളാഹുവിൻ്റെ റസൂല് നിശ്ചയിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് നിശ്ചയിക്കുമ്പോൾ റസൂല് മാറ്റി നിർത്തിയോ? ഇല്ല. സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കുതിരയും മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കുതിരയും 2 കുതിരകൾ. ആ 2 കുതിരക്ക് പുറമെ ഒട്ടകങ്ങൾ 70 ഊഴം വെച്ചുകൊണ്ട് ആളേൽപ്പിക്കുകയാണ്. മുത്തുനബിൻ്റെ കൂടെ നബി കയറുമ്പോൾ 2 പേർ ഒപ്പം നടക്കുകയാണ് തൊളിച്ചുകൊണ്ട്. ആരാണത്? ഒന്ന് നബിയുടെ പിതൃവ്യപുത്രൻ, നബിയുടെ ഇഷ്ടക്കാരൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് മർസദ് റളിയല്ലാഹു അൻഹു, ചിലപ്പോൾ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഈ 3-4 പേർ ഇടയ്ക്ക് ഊഴം വെച്ചുകൊണ്ട് പോവുകയാണ്. ഊഴം വെച്ച് പോകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഊഴം യാത്രക്ക് കഴിഞ്ഞാൽ നബി തങ്ങൾ ഇറങ്ങും, അലിയാർ കയറും. അലിയാരുടെ ഊഴം കഴിഞ്ഞാൽ മർസദ് കയറും, മർസദിൻ്റെ ഊഴം കഴിഞ്ഞാൽ അബൂ ലുബാബ കയറും. ഇങ്ങനെ ഊഴം കഴിഞ്ഞ് കയറുമ്പോൾ നബിൻ്റെ ഊഴത്തിലുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, മുത്ത് നബിയേ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ സഹിക്കാം, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ നടക്കാം, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ കാലുകൾ കൊണ്ട് ചലിക്കാം, ഞങ്ങൾക്ക് ഭാരമില്ല, ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് അങ്ങ് ഒട്ടകപ്പുറത്ത് ലക്ഷ്യസ്ഥാനം വരെ സഞ്ചരിച്ചോ, അത്രയും സമയം ഞങ്ങൾ നടക്കാമെന്ന് പറയുമ്പോൾ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോഴൂഴത്തിലുള്ള 2 പേരോട് പറയുന്നത്, മാ അന്തുമാ ബി അഖ്വാ മിന്നീ, നിങ്ങൾ 2 പേരും എന്നെക്കാൾ ബലമുള്ളവരല്ല, എന്നെക്കാൾ ശക്തന്മാരല്ല, എന്നെക്കാൾ നടക്കാൻ കഴിയുന്നവരല്ല. വലാ അന ബി അഗ്നാ മിൻകുമാ, ഞാനാണെങ്കിൽ പ്രതിഫലത്തിൻ്റെ കാര്യത്തിലും പുണ്യത്തിൻ്റെ കാര്യത്തിലും ആഖിറത്തിൽ സ്വർഗം കിട്ടേണ്ട കാര്യത്തിലും നിങ്ങളെക്കാൾ ആവശ്യം തീർന്നവനുമല്ല. നിങ്ങളെപ്പോലെ എനിക്കും ആവശ്യമുണ്ട് കൂലിക്ക്. അതുകൊണ്ട് നടന്ന് കൂലി വാങ്ങാൻ നിങ്ങൾക്കുള്ളതുപോലെ അവകാശം എനിക്കുമുണ്ട്, നടക്കുന്ന കൂലി കിട്ടാൻ നിങ്ങൾക്കുള്ള പോലെ താല്പര്യം എനിക്കുമുണ്ട്. അതുകൊണ്ട് എൻ്റെ ഊഴത്തിൽ ഞാൻ കയറി ഇറങ്ങിയാൽ നിങ്ങൾ കയറിക്കൊള്ളണമെന്ന് ശഠിച്ചുകൊണ്ട് സഹയാത്രികരെ കയറ്റിപ്പോകുന്ന മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നോർത്തു നോക്കൂ. ലോക ചരിത്രത്തിൽ ഒരു നേതാവിനെ ഇങ്ങനെ കാണുമോ? അപ്പൊ അള്ളാഹുവിൻ്റെ റസൂല് പറയാ, ഞാനാണെങ്കിൽ കൂലി നിങ്ങളെ മാതിരി വേണ്ട ആളാണ്, നിങ്ങളെ മാതിരി എനിക്കും ശക്തിയുണ്ട്, പോവുക. ഇങ്ങനെയാണ് ഊഴം വെച്ച് പോകുന്നത്. ഈ ഊഴം വെച്ച് പോകുന്ന ആളുകൾ ബദറിലേക്ക് എത്താൻ വേണ്ടി എത്തുമ്പോൾ 313 ആളുകളെ മദീനത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട നബി തങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ട് നോക്കുമ്പോൾ നബി തങ്ങൾ തൻ്റെ പിന്നിലേക്കൊന്ന് നോക്കി. ഇവർ നിരക്കുന്നേരത്തേക്ക് നബിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ആരാണ് എൻ്റെ പിന്നിൽ നിൽക്കുന്നത്? വസ്ത്രം ധരിക്കാൻ ഒരു 2 കൂട്ട് വസ്ത്രത്തിൻ്റെ ഉടയാടകളിൽ 2 എണ്ണമില്ലാത്തവർ, ചെറിയ മുറിക്കഷ്ണം കൊണ്ട് മാത്രം ഔറത്ത് ധരിച്ചിട്ടുള്ളവർ, പാദരക്ഷ മരുഭൂമിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി പോലും കാലിൽ ചെരുപ്പില്ലാത്തവർ, തലയ്ക്ക് വേണ്ടി ആയുധങ്ങളില്ലാത്തവർ, ആകെ ഈ പറ്റം കൂട്ടക്കാരുടെ അടുക്കൽ 9 പടയങ്കികളാണ്. 9 പടയങ്കി. 313 പേർക്ക് വെട്ടും കുത്തും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പടയങ്കി 9 എണ്ണമായാൽ എന്താണ് 9 പടയങ്കി കൊണ്ട് കാണിക്കുക? വാളാണ് അറബികളുടെ സാധാരണമായ ആയുധം. നമ്മളെ പഴയ മാപ്പിളമാരുടെ, നമ്മളെ പഴയ ഏറനാട്ടുകാരിലെ, പ്രത്യേകിച്ച് പൂക്കോട്ടൂർ ആ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾക്കൊരു കത്തി ഉണ്ടാകുമല്ലോ. ഈ മാപ്പിളക്കത്തിൻ്റെ അതേ രീതിയിൽ അറബികൾക്കൊരു വാള് കഴുത്തിൽ തൂക്കിയിട്ടുണ്ടാകും. അത് അറബികളുടെ ചിഹ്നമാണ്. അച്ചിഹ്ന പ്രകാരമുള്ള വാളുപോലും നബിയുടെ അനുയായികളുടെ കയ്യിൽ എത്ര എണ്ണമാണ്? 8 വാൾ. 313 ആളുകൾ പോകുമ്പോൾ അവരുടെ കയ്യിലുള്ളത് 8 വാളാണ്. ആലോചിക്കണം നമ്മൾ. ഈ 8 വാളുമായി 9 പടയങ്കിയുമായി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ 313 പേർ ഇപ്പോൾ ഇതാ അവർ യുദ്ധത്തിന് വേണ്ടി പോകാൻ തയ്യാറായ വിധം, പോരാട്ടം വരുന്ന വിധം മുന്നിൽ നിൽക്കുകയാണ്.
അള്ളാഹുവിൻ്റെ റസൂൽ അവരുടെ എണ്ണമെടുത്തിട്ട് നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്ത് ഫഹ്മിൽഹും, പടച്ചവനെ കാലിൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കാൻ ചെരുപ്പില്ലാത്തവരാണ് എൻ്റെ ഈ അനുയായികൾ, എൻ്റെ ഈ സുഹൃത്തുക്കൾ. അവർക്ക് നീ തിരിച്ചു പോരുമ്പോൾ വാഹനം കയറാനുള്ള ഒട്ടകങ്ങൾ യുദ്ധത്തിൽ നിന്ന് ഗനീമത്തായിട്ട് നൽകണേ. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്ത് ഫക്സുഹും, ധരിക്കാൻ വസ്ത്രമില്ലാത്തവരാണ്. ഒരു ചെറിയ തുണ്ട് കഷ്ണം കൊണ്ട് ഔറത്ത് മറച്ചിരിക്കുന്നവരാണ് അധികം പേരും. കുപ്പായമിടാൻ വകയില്ല. വസ്ത്രം മറച്ച് ഔറത്ത് മറക്കാൻ തന്നെ ഇഷ്ടം പോലെ മറക്കാനിടയില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവസാന കാലത്ത് പോലും നബിതങ്ങൾ ഒരൊറ്റ തുണിയെടുത്ത് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് 2 വസ്ത്രം ധരിക്കുന്നവർ എത്ര പേരാണ്? നമ്മൾ ധരിക്കുന്ന വസ്ത്രം വെച്ചിട്ടൊന്ന് ചിന്തിക്കണം. കുപ്പായത്തിൻ്റെ അടിയിലൊരു വസ്ത്രം, തുണിയുടെ അടിയിലൊരു വസ്ത്രം, മേലെ ഒരു വസ്ത്രം, തലക്കൊരു വസ്ത്രമൊക്കെ ഞാനൊക്കെ കെട്ടിയിരിക്കുന്നത് എത്ര വസ്ത്രമാണ്? ഒന്ന് അലക്കണമെങ്കിൽ എത്ര വസ്ത്രം അലക്കണം? അത് രാജ്യത്ത് മാറി വന്ന പരിതസ്ഥിതിയാണ്. നമ്മുടെ നാട്ടിലും ഒറ്റ തുണി എടുത്തുകൊണ്ട് കുപ്പായമിടാത്ത ധാരാളം ആളുകൾ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മുമ്പ് എത്രയോ കാണുമല്ലോ. അപ്പം അങ്ങനെയുള്ള ആ കാലമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലം. ഇവരെ നോക്കി നബി പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തു ഫക്സുഹും, ധരിക്കാൻ വസ്ത്രമില്ലാത്തവരാണ്, നീ അവരെ ധരിപ്പിക്കണേ. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉ ഫഅശ്ബിഉഹും, വിശപ്പില്ല തീർക്കാൻ സാധനമില്ലാത്തവരാണ്. ഒന്നും അവരുടെ കയ്യിലില്ല. അറക്കാൻ ഒട്ടകമുണ്ടോ? അവരുടെ കയ്യിലൊന്നുമില്ലാത്തവരാണ്. ഫാശിബ്യഹും, അവർക്ക് നീ വിശപ്പടക്കാൻ വയറ് നിറക്കാൻ ഭക്ഷണം ഈ യുദ്ധത്തിൽ വെച്ച് നൽകണേ. അല്ലാഹുമ്മ ഇന്നഹും ആല, കുടുംബം പോറ്റാൻ ആശ്രിതരുള്ള വലിയ കുടുംബനാഥന്മാരാണ് എൻ്റെ ഒപ്പം പോന്നിരിക്കുന്നവരധികവും. അവരെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾ അവർക്കുണ്ട്. ഫഅഗ്നിഹിം മിൻ ഫളലിക്, നിന്റെ ഔദാര്യത്തിൽ നിന്ന് നീ അവർക്ക് ജീവിതത്തിൻ്റെ ഉപാധി നൽകണേ, ഐശ്വര്യം നൽകണേ നാഥ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സംഘക്കാരെ സ്വഹാബാക്കളെ പിന്നിലേക്ക് നോക്കിക്കൊണ്ട് ദുആ ചെയ്യണമെങ്കിൽ ആരാണ് ബദരീങ്ങളെന്നും അവരുടെ കഷ്ടം എത്രയാണെന്നും ഓർക്കാൻ ഈ ചിത്രം ഒന്ന് മനസ്സിൽ നിരൂപിച്ചു നോക്കുക.